സോ ഗൈസ് അങ്ങനെ അയ്യോ അയ്യോ മറന്നുപോയി. അല്ല നേരത്തെ പോയത് കോട്ടമല ഗൈസ്. അപ്പോൾ കോട്ടമല കണ്ടു കഴിഞ്ഞു. ഇനി നേരെ വാമലിലോട്ട് വന്നാക്കാം. ഇനി ഇതും കൂടി ഒന്ന് മുകളിലോട്ട് കയറണം. അപ്പോൾ ഇനി ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് വരണേ. അപ്പോൾ ഇപ്പോൾ ചേട്ടന്മാരൊക്കെ ആയിട്ട് വന്നാണ് ഒന്നുകൂടെ കയറാൻ പോണ്. ഓക്കെ, മുണ്ട് കഴിഞ്ഞു. ഈ ഞാൻ മുണ്ടൊന്നും എടുത്തിട്ട് വീണ്ടും എടുക്കാം. മുകളിലേക്ക് കയറാൻ ചെറിയൊരു പാടുള്ളൂ. കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാം. ഞാൻ കയറാനുണ്ട്. ഞാൻ കയറി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ മുകളിലെത്തി. എല്ലാവരും ഉണ്ട്. വരില്ല എന്ന് പറഞ്ഞ ആളാ നടന്ന് കയറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ മുകളിലെത്തി. അടിപൊളിയുണ്ട് കാണാൻ. കണ്ട വിഷയം കേട്ടോ. കയറാൻ ചെറിയൊരു പാടുണ്ടെന്നേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ അടിപൊളിയാ. കാണിച്ചു തരാട്ടാ. കൊള്ളാട്ടാ. എൻ്റെ പൊന്നെ ഗൈസ്, കഷ്ടപ്പെട്ട് കയറിയതിന് അടിപൊളി വ്യൂ കണ്ട. ഈ കാണുന്നത് വാട്ടർ ടാങ്കാണേ. ഇവിടുത്തെ വീടുകൾക്കുള്ള വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. പക്ഷെ വാട്ടർ ടാങ്ക് കണ്ടോ എന്ത് വലുതാ. അള്ളിയോ വിഷയം വാട്ടർ ടാങ്ക്. പക്ഷെ സ്ഥലം ഒന്നും പറയാനില്ല, വിഷയം കേട്ടോ. ശരിക്കും വാമല പൊളി. എന്ത് ഭംഗിയാണെന്നറിയോ. കയറാൻ കുറച്ച് കഷ്ടപ്പാടാന്നേ ഉള്ളൂ, അത്ര ഇതൊന്നുമില്ല. എന്നാലും ആ കയറ്റം കയറി വന്ന് ഈ കാഴ്ചയൊക്കെ കാണുമ്പോണ്ടല്ലോ, ഓഹ് വിഷയം. അങ്ങ് ദൂരെ ബൈക്കിലൊക്കെ പോയിട്ട് കാണുന്നുണ്ടോ? അവിടെ ആൾക്കാരുണ്ട് കേട്ടോ ബൈക്കിലൊക്കെ പോയിട്ട്. കുറേ ചേട്ടന്മാരവിടെ ഒക്കെ ഉണ്ട്. സ്ഥലം ഒരു രക്ഷയില്ല, വിഷയം. അവിടെ ഹനുമാൻ പാതയുണ്ട്. പക്ഷേ ഹനുമാൻ പാതയോ പാദം ഹനുമാൻ പാദം ഉണ്ടെന്ന് കണ്ടിട്ട് വരാം. ഹനുമാൻ പാദം കാണാൻ പോവാ ഉണ്ടെന്നാ പറഞ്ഞ. നോക്കാം. സോ ഗൈസ്, അപ്പോ ഇതാണ് ഹനുമാൻ പാദം എന്നാണ് പറയുന്നത്. അറിഞ്ഞൂടാ. പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വെച്ചതാണോ? കോയിനെ കോയിനൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കാ ഹനുമാൻ പാദത്തില് പുല്ല് കഴിച്ച്. ഹനുമാൻ എവിടെയാണോ കാല് വെച്ചേ? അങ്ങനെ ചാടി ഇപ്പൊ ഒരു കാല് ഒന്നുകൂടി കൊണ്ടു. പിന്നത്തെ കാല് അവള് വേറെ സ്ഥലത്ത് വെച്ചു. ഹനുമാൻ ഇവിടുന്ന് ഒരു കാല് വെച്ചിട്ട് ഇവിടുന്ന് ചാടിയിട്ട് പറന്നു എന്നൊക്കെയാണ് പറയല്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ കാല് വെച്ചു എന്നാണ് പറയുന്നത്. അറിഞ്ഞൂടാ. ഇവരെല്ലാരും അങ്ങനെയാണ് വിശ്വസിച്ചിറക്കുന്നത്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെയാ ഒരു പുഷ് എടുത്താണ് ഇവിടെ. കാല് ചവിട്ടി ഒരു പുഷ് എടുത്ത് പറക്കുന്നതാ. കളം നന്നായിട്ട്. സ്ഥലം കാണാൻ അടിപൊളിയാ. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. നമ്മളിതാണ് ഇറങ്ങുന്നത്. അവരവിടെ ഇരിക്കുന്നുണ്ട്. അവര് വരില്ലേ? കണ്ടോ? അപ്പൊ നല്ലൊരു അടിപൊളി അൺഎക്സ്പെക്റ്റഡ് സാധനം കിട്ടും. ആരെങ്കിലും ഒക്കെ വഴിക്ക് വീഴും, നമുക്കത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇടാം. ഓക്കെ, സെറ്റ് ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.
എന്റെ പ്രതീക്ഷ ആരും തെറ്റിക്കില്ലാട്ടാ. ആരെങ്കിലും ഒക്കെ വഴിക്ക് വീഴണം. വീഡിയോ എടുക്കണ്ട്. ഞാൻ പറഞ്ഞു പോയിട്ടാ ആരെങ്കിലും ഒക്കെ വഴിക്ക് വീഴൂന്ന്. എല്ലാരും എന്നെ പറ്റിച്ച്. ആരും വഴിക്ക് വീണില്ല. ഇല്ല നോക്കി. ഫ്രണ്ടിൽ ആരെങ്കിലും വീഴോ നോക്കാം. ഞാൻ എന്തായാലും വീഴൂല എന്നാണ് എൻ്റെ വിശ്വാസം. ആരും വീണില്ലല്ലോ. എല്ലാവരും കൂളായിട്ട് പോകും. അങ്ങനെ നടന്ന് ബൈക്കിൻ്റെ അവിടെ എത്തി. നേരെ ഇവിടെ നിന്ന് വീട്ടിലേക്കല്ലേ? നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. ഇതേ എൻ്റെ വണ്ടി. ചേട്ടനും കൂടി വരണം. ചേട്ടൻ എവിടെയാണോ? അപ്പം ഈ ചേട്ടനും കൂടി വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. സോ അങ്ങനെ ആദ്യം പോയത് ഏതായിരുന്നു? കോട്ടമല കണ്ടു, പിന്നെ വാമലയും കണ്ടു. അപ്പോൾ ചേട്ടൻ വന്നു. ചേട്ടൻ അവിടെ ബൈക്ക് എടുത്തുകൊണ്ടിരിക്കുക. അപ്പുറത്ത് ബൈക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ബൈക്ക് എടുത്തു. അപ്പോൾ ഇനി വാമലയിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടായിരിക്കും. ഓക്കെ. ഓ ദേ വാമലയും കണ്ടു, കോട്ടമലയും കണ്ടു. നേരെ ഫുഡ് കഴിക്കുക, നേരെ വീട്ടിലോട്ടാണെന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. ഇനി അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവോ, ബീച്ച് ഡാമിലോട്ട് പോകുമെന്ന് അറിയില്ല. ഓ നോക്കാം. എന്തായാലും ചേട്ടൻ വരെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുക. അപ്പോൾ എല്ലാം കണ്ട് വാമലയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം. ബീഫ് ബിരിയാണി. ഓക്കെ. ഫുഡ് തിന്നു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പോകണമെന്ന് കാണിച്ചു. കഴിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് മാത്രമില്ല, അവർക്ക് മാത്രമേ ഉള്ളൂ കഴിഞ്ഞു സത്യം. അങ്ങനെ എത്തിയിട്ട് താങ്ക് യു. കണ്ട ബ്ലോഗറായി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുട്ടാ. ഓക്കെ. ബീഫ് ബിരിയാണി ചൂടുണ്ട് ഗൈസ്. നല്ല ചൂടുണ്ട്. അപ്പോൾ കഴിച്ചോണ്ടിരിക്കുക. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പോകാൻ നേരത്ത് കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് വീട്ടിലോട്ട് ഇറങ്ങി. കാലൊക്കെ വിറച്ചിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ.